കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ സാധ്യത വരണമെങ്കിൽ നമ്മള് ഞാൻ ഒരു പോയിന്റ് പറയാം. ICC അവര് എങ്ങനെയൊക്കെ തീരുമാനം എടുക്കാന്ന് അറിയില്ല. ഇപ്പൊ നമ്മള് രൂപയുടെ മൂല്യ തകർച്ച, അതോടൊപ്പം തന്നെ നമുക്ക് നാണയപ്പെരുപ്പം, പിന്നെ അനാവശ്യ സാധനങ്ങളെ വിലക്കയറ്റം, അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, പിന്നെ പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, പിന്നെ തൊഴിലില്ലായ്മ, പിന്നെ നമ്മുടെ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് മുഴുവൻ ഇവിടെ തൊഴിലില്ലാത്തൊരവസ്ഥയിൽ ഇവർ മുഴുവൻ നാട് വിട്ടു പോവുക, കുടിയേറി പോവുക. ഏത് നമ്മുടെ നാട്ടിലെ മിടുക്കന്മാരായ മുഴുവൻ ആളുകൾ വിദേശത്തേക്ക് പോകണം, കുടിയേറി പോകണം. അവരവിടെ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് താമസിച്ച് കഴിഞ്ഞിട്ട് അവർ കിട്ടുന്ന പൈസ മുഴുവൻ അവിടെ സ്വരൂപിച്ച് അവരവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പൗരത്വം എടുക്കണം. എന്നിട്ട് അവരെ മാതാപിതാക്കളെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം നാടിൻ്റെ ഉള്ളിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് പുതിയ ജനറേഷന് നമ്മുടെ ഭരിക്കുന്ന ഭരണകർത്താക്കളോടോ എന്താ പറയുക ഗവൺമെൻറ്റുകളോടോ വിശ്വാസമില്ലാണ്ട് നാട് വിട്ടു പോകാന്ന് പല സ്ഥലത്തേക്ക്. ഇത്തരം അവസ്ഥകൾ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളെ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഓരോ കാലഘട്ടത്തിലും, ഓരോ ദിവസത്തിലും, ഓരോ മാസത്തിലും എപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ചാണക്യ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി ഓരോ സമയത്തും, ഓരോ തെരഞ്ഞെടുപ്പിലും, ഓരോ ഇലക്ഷനിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന തന്ത്രം കഴിഞ്ഞാൽ ഓരോ വിവാദ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ പുറത്തേക്ക് ഇടുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതുമ്മ കയറി കൊത്തി നിൽക്കുന്നു. അപ്പോൾ എന്ത് സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം, ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരായ മനുഷ്യരുടെ, കച്ചവടക്കാരുടെ, അല്ലെങ്കിൽ യുവാക്കളുടെ, യുവജനങ്ങളുടെ ഇത്തരം വിലക്കയറ്റമായി സംബന്ധിച്ച് ബഹിരാഷ്ട്ര കുത്തകളുടെ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ മുഴുവനും രംഗത്ത് വരാതെ മതം, ജാതി, വർഗീയത എന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നു കംപ്ലീറ്റ് പ്രവർത്തനങ്ങൾ. ഉദാഹരണമായിട്ട് രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തി ഇന്ത്യ മുഴുവനും നടന്ന് തെക്ക് വടക്ക് നടന്ന് രാജ്യത്തിൻ്റെ എല്ലാ ശക്തിയും സമാഹരിച്ച് രംഗത്ത് വന്നു. കോടാനുകൂടി ജനങ്ങളാണ് രാഹുൽ ഗാന്ധിയിൽ പിന്നെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അവസാനം കാശ്മീരിൽ എത്തി കഴിഞ്ഞപ്പോൾ കാശ്മീരിൽ ചെന്ന് അദ്ദേഹം കാശ്മീർ എന്താണെന്നും ഇന്ത്യയുടെ മനസ്സിൽ കാശ്മീരിനുള്ള സാധനം എന്താണെന്നും മനസ്സിലാക്കാതെ അവിടെ ചെന്നുള്ള ഒരു പ്രസ്താവനകൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ഈ ജോഡയാത്ര നടത്തിയതിൻ്റെ എല്ലാ ഇഫക്റ്റും അവിടെ അവസാനിച്ചു പോയി. പിന്നെ നമ്മൾ കിഴക്കൻ ഭാഗത്തുനിന്ന് ഗുജറാത്തിലേക്ക് യാത്ര നടത്തിയത്. ഈ യാത്ര അവസാനിച്ച സമയത്താണ് നമ്മുടെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതും പാലസ്തീൻ വിഷയം ഉണ്ടാവുന്നതും സർക്കാർ ഇസ്രായേലിനെ ഭീകരർക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്ന സമയത്ത് പരസ്യമായിട്ട് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട്, പാലസ്തീനെ പിന്തുണച്ചുകൊണ്ട് നിലപാടുകളായിട്ട് രംഗത്ത് വന്നു. അപ്പോൾ ഇന്ത്യയുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്ത്രപരമായിട്ട് ഓരോ വിഷയങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാതെ അതുമ്മ കയറി പിടിക്കുകയാണ്. നമ്മൾ വകുപ്പിൻ്റെ വിഷയം, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല്, പിന്നെ ഓരോ വിഷയത്തിലും പ്രധാനമന്ത്രിക്ക് വ്യക്തമായിട്ടൊരു അജണ്ട ഉണ്ടെന്ന്, അജണ്ട വെച്ചിട്ട് പോകണമെന്ന്. കാരണം ഡിവൈഡ് ചെയ്ത് ആളുകളെ ജാതിയെയും മതത്തിനെയൊക്കെ വിഭജിച്ച് ഇവിടെ അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് അനുകൂലമാവുന്ന തരത്തിൽ ആ വിഷയം തന്നെ ഇവരെ ഏറ്റെടുത്ത് അതിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ട് ഒരു രംഗത്ത് വരാണ്. സ്വാഭാവികമായിട്ട് ഇത് മുഴുവൻ BJPക്ക് അനുകൂലമായിട്ട് മാറാം. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ട് മറ്റ് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന അജണ്ട, ആ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്ന കോൺഗ്രസ് നേതൃത്വം എത്ര കാലം അവരെന്തൊക്കെ ICC സമ്മേളനം നടത്തിയാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഇവർ സെറ്റ് ചെയ്യുന്ന അജണ്ടയിൽ സർക്കാർ പോകുന്ന തരത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മൈൻഡ് പവർ വേണം, ചിന്താശേഷി ഉണ്ടാവണം, കഴിവുണ്ടാവണം ലീഡർഷിപ്പിൽ. അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിജീവിച്ച് മുന്നോട്ട് പോരാൻ സാധിക്കുള്ളൂ. അത് ഗുജറാത്തിലാണെങ്കിലും ഉത്തരേന്ത്യയിലാണെങ്കിലും ദക്ഷിണേന്ത്യയിലും. അല്ലാതെ എപ്പോഴും ഒരു ഹിന്ദു മുസ്ലിം മത്സരം എന്ന തരത്തിലേക്ക് ഫൈറ്റ് മാറി വരുന്ന അവസ്ഥ വരാണ്. എല്ലാ സമയത്തും ഇലക്ഷൻ വരുന്ന സമയത്ത് മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിലുള്ളൊരു മത്സരം എന്നുള്ള തലത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് നരേന്ദ്രമോദി.
അപ്പം ആ ഒരു ചാൻസ് സാഹചര്യത്തിലേക്ക് നമ്മൾ കോൺഗ്രസ് ആ പ്രധാനമന്ത്രി അങ്ങനെ ശ്രമം നടത്തുമ്പോൾ അതിന് എളുപ്പമാവുന്ന തരത്തിലേക്ക് പ്രസ്താവനകളുമായി രംഗത്ത് വരുമ്പോൾ എത്രയൊക്കെ സമ്മേളനങ്ങൾ എങ്ങനെയൊക്കെ കൊണ്ടു നടന്നാലും ലക്ഷ്യം കാണാനായിട്ട് സാധ്യതയില്ല. അപ്പം ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ, മതവും ജാതിയും അല്ലെങ്കിൽ പ്രാദേശിക വിഷയങ്ങൾ, ഇത്തരം വിഷയത്തിനേക്കാൾ ഉപരിയായിട്ട് വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് ഒരു പ്രവർത്തനം, ജാതിക്ക് മതത്തിന് അതീതമായിട്ട് ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കണമെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കണം. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കുന്ന തരത്തിൽ ഉള്ള സമീപനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭൂരിപക്ഷ വോട്ടും ന്യൂനപക്ഷ വോട്ടും കിട്ടാത്ത അവസ്ഥ വരും. ഇപ്പം നമ്മൾ ഹരിയാന ഇലക്ഷൻ ഉണ്ടായി, മഹാരാഷ്ട്ര ഇലക്ഷൻ ഉണ്ടായി, ഡൽഹി ഇലക്ഷൻ ഉണ്ടായി. ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒപ്പം നിന്നിട്ട് അവരുടെ വോട്ട് എവിടേക്ക് പോയത്? കിട്ടിയില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭൂരിപക്ഷത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിന് വേണ്ടിയിട്ട് എന്താ പറയുക, അജണ്ട സെറ്റ് ചെയ്യാതെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ള എന്താ പറയുക തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. ഇന്ത്യക്കാർക്ക് വേണ്ടി, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, കാശ്മീർ മുതൽ കന്യാകുമാരിയുള്ള ഇന്ത്യ, ആ ഇന്ത്യയെ ഒന്നായിട്ട് കണ്ടുകൊണ്ട്, ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നായിട്ട് കണ്ടുകൊണ്ട് അവരുടെ പൾസ് എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെ പോകുന്ന ഒരു കോൺഗ്രസിനെ ഇന്ത്യയിൽ നിലനിൽക്കാൻ സാധിക്കുള്ളൂ. ജാതിക്ക്, മതത്തിന്, ഭാഷയ്ക്ക്, പ്രദേശത്തിന് അതീതമായി നിലപാടെടുക്കാനുള്ള കഴിവ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ടാവണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കോൺഗ്രസിനെ വിശ്വസിക്കുള്ളൂ. എല്ലാ ജാതി മതത്തിലെ ആളും വിശ്വാസം വരണമെങ്കിൽ അത്തരം ഒരു സമീപനങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കുക, ഏതെങ്കിലും വിഭാഗത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ വരികയാണെങ്കിൽ മൊത്തത്തിലൊരു വിശ്വാസ്യത ഉണ്ടാവാത്ത അവസ്ഥയാണ് ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ. അപ്പോൾ സമ്മേളനങ്ങളും പരിപാടികളൊക്കെ കൊള്ളാം, ഇനിയും സമ്മേളനങ്ങൾ ഉണ്ടാവട്ടെ, ശാക്തീകരണങ്ങളൊക്കെ ഉണ്ടാവട്ടെ. പക്ഷേ നേതൃത്വം ഓരോ വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ അന്തർദേശീയ രംഗത്ത് പല വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ദേശീയ രംഗത്ത് അന്തർദേശീയ എടുക്കുന്ന സമയത്ത് നിലപാടുകൾ, പബ്ലിക്കിൽ വരുന്ന നിലപാടുകൾ വളരെ ഘടകം. ഇന്ത്യ എന്ന രാജ്യത്തെ മനസ്സിലാക്കി കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഇന്ത്യ, ആ ഇന്ത്യനെ കണ്ടിട്ട് വേണം നിലപാടുകൾ എടുക്കാൻ. അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു ചർച്ച ഉരുത്തിരിഞ്ഞു വന്നിട്ട് ഈ സമ്മേളനത്തിൽ എന്താ പറയുക, എല്ലാവർക്കും ഒറ്റൊരു ഇന്ത്യ എന്നുള്ള നിലയിൽ ഇന്ത്യനെ കാണുന്ന തരത്തിലേക്ക് ഒരു തീരുമാനങ്ങളും കാര്യങ്ങളും അവിടെ ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കാം എന്ന് മാത്രം ഇത്ര പറയാൻ പാടുള്ളൂ. ഇനി സമ്മേളനം കഴിഞ്ഞതിന് ശേഷം അവരുടെ നിലപാടുകൾ, നയങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. ഓക്കെ.